വീട്ടിലൊരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ ഒരാളെങ്കിലും ഒരു സിനിമയിലുണ്ടെങ്കിൽ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സ്റ്റാർ കിഡ്. പറയുമ്പോൾ തന്നെ അവൻ സ്റ്റാർ കിഡാണ്, അവനെല്ലാം ഈസിയാണ് എന്നുള്ള മട്ടിൽ. ഇപ്പം ചിലരെങ്കിലുമൊക്കെ അർജുൻ്റെ അതേ പൊസിഷനിലുള്ള ചിലരെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കേട്ട് കഴിയുമ്പോൾ അത്ര എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരും, അത് ഉണ്ടാക്കിയവനെയൊക്കെ എൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? സ്റ്റാർക്കിഡ് എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടു തുടങ്ങിയത് സിനിമയിൽ വന്നതിന് ശേഷം എന്നുള്ള പരിപാടി. ഒരു ആക്ടർ ശേഷമാണ് അവൻ സ്റ്റാർക്കിഡ് ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അതിനു മുമ്പും ജീവിതം മൊത്തം ഒരു സാധാരണക്കാരൻ്റെ ലെവലിലൂടെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. കാരണം അച്ഛനൊരു നടനാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജസ് എന്ന് വെച്ചാൽ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടും സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ. കാരണം അന്ന് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലല്ലോ. ടിക്കറ്റ് പെട്ടെന്ന് കിട്ടും. പിന്നെ അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ക്യൂവിൽ പെട്ടെന്ന് കയറ്റി തരും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഇട്ട് ആ കാലഘട്ടം. പിന്നെ ഒരാളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അവരെ സ്നേഹം പെട്ടെന്ന് കിട്ടും. കാരണം ഇന്നാളുടെ മോൻ അശ്വന് മോൻ, അശ്വന് മോനാണോ, വാ വാ. കാരണം ചെറുപ്പമാണ്, ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഷൂട്ടിംഗ് കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. പല സിനിമകളുടെയും മേക്കിങ്ങും എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സിനിമ എന്താണെന്നുള്ളൊരു പരിപാടി എന്താ നടക്കണമെന്ന് അറിയില്ലെങ്കിലും സിനിമ മേക്കിംഗ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആകെ കിട്ടുന്ന പ്രിവിലേജസ്. പക്ഷെ അല്ലാണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനായിട്ട് തന്നെയാണ് വളർന്നേക്കണത്. കാരണം അമ്മയുടെ കൂടെ കൂടുതലും ഞാൻ ഉണ്ടായിട്ടില്ല. കാരണം അച്ഛൻ എപ്പോഴും തിരക്കായ സ്ഥിതിക്ക് എൻ്റെ വീട്ടിലെ റിപ്പോർട്ട് കാർഡ് കാണാനും അങ്ങനെ ആ പരിപാടിക്ക് മാത്രമേ അച്ഛൻ ഇടയ്ക്ക് വരുള്ളൂ. അത്രയും ബിസിയായിരുന്നു അച്ഛൻ ആ സമയത്തൊക്കെ. ഇപ്പോൾ പാസ്സായോ, പാസ്സായി, ഓക്കെ, എത്രയിലേക്കായി, 5ലേക്ക്, ഓക്കെ. ഇതാണ് അച്ഛൻ സിനിമ എന്ന് തന്നെ പ്രാന്തായിരുന്നു അച്ഛന്. ഇതേപോലെ കൂട്ടുകാരെന്ന് തന്നെ ഭയങ്കര വലിയ പ്രാന്തായിരുന്നു അച്ഛന്. അപ്പോൾ അതേപോലെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അച്ഛൻ എന്നുള്ളൊരു ആള് എൻ്റെ സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര ചുരുക്കം പീരിയഡ്സ് സമയങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ അമ്മയാണ് കൂടുതലും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഒരു അമ്മക്കൊച്ചാണ് ഞാൻ വളർന്ന് വന്ന പരിപാടി. അപ്പോൾ എനിക്ക് കൂടുതലും സെൻസിറ്റീവാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഒരു പോയിന്റ് വരെ ജീവിച്ചേക്കണേ. സിനിമയിൽ കയറിയതിന് ശേഷമാണ് പിന്നീട് ആൾക്കാർ തിരിച്ചറിയലും. അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ തന്നെയായിരുന്നു. സിനിമയിൽ വന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇവൻ നടനായി, ഓക്കെ അശോകൻ്റെ മോൻ സ്റ്റാർക്കിഡാണ്, അവർക്കെല്ലാം എളുപ്പമാണ്. പക്ഷേ സിനിമയിൽ കയറി പറ്റാനും ആ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു കാലഘട്ടത്തിന് ശേഷം അച്ഛന് സിനിമകൾ കുറേ, എനിക്ക് ആരുടെ അടുത്ത് പോയി അച്ഛനൊന്നാമത് മടിയാണ് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും റോള് ചോദിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ ഫോൺ ചെയ്തേക്കണം. എനിക്ക് ഒരു പോയിന്റിന് ശേഷം 2 പടം ചെയ്തിട്ട് വർക്കാവാതാവേം, മൂന്നാമത്തെ ഒരു പടം ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ ഒരു സമയത്തിന് ശേഷം ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് എന്തായാലും സിനിമയിൽ അഭിനയിക്കണം, നല്ല പേര് വേണം, എന്തെങ്കിലും റോൾ. ചാപ്പാക്കുരിശൊക്കെ ഇറങ്ങി എനിക്കും അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലിലേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെയാണ് ഞാൻ കുറേ 2-3 ഓഡീഷനൊക്കെ ട്രൈ ചെയ്ത് പോകാൻ പറ്റിയില്ല. കുറേ ഡയറക്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്ത് അമലേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അമ്പൂക്കനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ അയച്ചു, അച്ഛൻ്റെ ഫോണിൽ നിന്ന് വാട്സാപ്പിൽ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്.